ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും ഫെമിസ് ഫുഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. തൃശ്ശൂർക്കാരുടെ സ്വന്തം ചേലാക്കിയാണ് ഇന്നത്തെ റെസിപ്പി. ഞാനിതൊരു വീഡിയോയിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾ കൂടി തരാമെന്ന് കരുതി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ കപ്പയും പിന്നെ ചെറിയ മത്തിയും. കൂടെ തന്നെ ഞാനിപ്പോൾ 2 പച്ചവാഴയ്ക്കയും പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പം ഇത് കഴിക്കാൻ പറ്റുമോ കൊള്ളാവോ എന്നൊക്കെ പേടിച്ചിരുന്നു കേട്ടോ. പക്ഷേ കഴിച്ച് നോക്കിയപ്പം സംഭവം സൂപ്പറാണ്. പിന്നെ ഇത് നമുക്ക് ചോറിനൊപ്പം സൈഡായിട്ടൊരു കറിയായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് ചോറ് ഒഴിവാക്കിയിട്ട് ഇത് മാത്രമായിട്ടും കഴിക്കാം. കാരണം ഇതിൽ വെജിറ്റബിൾസും ഫിഷും എല്ലാം ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കപ്പയും ഈ ഒരു പച്ചവാഴയ്ക്കയും എല്ലാം ഇതുപോലെ വലിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഒരു കപ്പയൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ വരുമ്പോഴേക്കും കപ്പ വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അതിന് വേണ്ടിയിട്ടാണ് കപ്പ മാത്രമായിട്ട് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചച്ചീരയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായ മായൻ ചീരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പയും നമ്മൾ അരിഞ്ഞു വെച്ച മത്തൻ കഷ്ണങ്ങളും ഒരു പച്ചവാഴയ്ക്കയും ചീരയും പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി നമ്മൾ വീണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുഞ്ഞൻ മത്തിയില്ലേ അതിങ്ങനെ കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു 7-8 മത്തി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം തേങ്ങയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 1-2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. ഒരു 1/4 ഗ്ലാസോ 1/2 ഗ്ലാസോ വെള്ളം ചേർത്താൽ മതി. കാരണം നമുക്കിതൊരു കപ്പപ്പുഴുക്കിൻ്റെയൊക്കെ ടൈപ്പിൽ വേണം കിട്ടാനായിട്ട്. നമ്മൾ മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയൊക്കെ ഇങ്ങനെ ഉടച്ച് വെക്കൂലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് ഒരു 2 വിസിൽ വന്നു കഴിയുമ്പം വെന്ത് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും 2-3 കുഞ്ഞുള്ളി അരിഞ്ഞതും ചേർത്ത് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചൊഴിച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചേലാക്കി റെസിപ്പി ഇവിടെ റെഡിയായി കഴിയും. അപ്പോൾ ഈ ഒരു മത്തിയുടെ മുള്ള് അതിൽ തന്നെ നമുക്ക് വേർപെട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് കഴിക്കുമ്പം എടുത്ത് കളയാം. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മുള്ള് ഇടയിൽ കിട്ടുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് മത്തി വേണമെങ്കിൽ ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് ആ ഒരു മുള്ളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കുക്കറിൽ എല്ലാം കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിരിക്കും. നമുക്കൊരു മുള്ളിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.